ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് 2 തെരണ്ടി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ പലർക്കും അറിയാമായിരിക്കും, അറിയാത്ത കുറേ പേരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 മീനും കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ അകവും പുറവും ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നല്ല ചൂടുള്ള വെള്ളം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 1 മിനിറ്റ് നേരെ ഇതിങ്ങനെ മുക്കിയിടുക. അപ്പോൾ അത് മുങ്ങിക്കിടന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്തുള്ള ഈ അഴുക്കുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചിരണ്ടി എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ചെന്നാൽ 1 മിനിറ്റ് ഞാനിങ്ങനെ ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ഓരോന്ന് ഇപ്പോൾ ആദ്യം ഒരെണ്ണം എടുത്ത് ഞാൻ കയ്യിൽ വെച്ചിട്ട്, അപ്പോൾ കത്തി കൊണ്ട് ഞാൻ ചിരണ്ടി നോക്കിയപ്പോഴത്തേക്ക് തൊലി ഏകദേശം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രം കഴുകാനൊക്കെ നമ്മൾ വാങ്ങി വയ്ക്കുന്ന ഈ കമ്പിയുടെ സ്ക്രബ്ബറില്ലേ, അപ്പോൾ അതാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് ഞാൻ ഉരച്ച് കഴിയുന്നത്. അതില്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചത് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പകുതി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് ഇളകിപ്പോരും. അല്ലെങ്കിൽ ബ്രഷ് ആയാലും മതി, എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ നമ്മൾ ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആ മറ്റേ മീനും കൂടെ ഞാൻ മാറ്റി വെക്കണം കേട്ടോ. ചൂടുവെള്ളത്തിൽ കിടന്ന് അതിൻ്റെ മാംസം വെന്ത് പോവും. അപ്പോൾ ഞാനതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ക്ലീൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കൈ വെച്ചിട്ട് നല്ല വഴുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ കട്ടിംഗ് ബോർഡില്ലേ, അപ്പോൾ കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ബാക്കി മീനുകളെ അപേക്ഷിച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിന് ചെതുമ്പലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പക്ക നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നൊരു മീനാണ്. പിന്നെ അധികം വേസ്റ്റും വരുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തേച്ചൊരച്ച് നമുക്ക് കഴുകിയെടുക്കണം. അതിൻ്റെ ആ മധ്യഭാഗത്ത് കാണുന്ന ആ ഒരു സംഭവമില്ലേ, ആ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത്, അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകണം. എന്നിട്ട് നമുക്ക് ഇത് ഉരച്ച് കഴിയതിന് ശേഷം നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഉരച്ച് കഴുകേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതും കൂടെ ഞാനത് എടുത്ത് വെച്ച് അകവും പുറവും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകിയെടുക്കണേ. ക്ലീൻ ചെയ്യാൻ അറിയില്ലെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആരും ഈ മീൻ വാങ്ങാതിരിക്കരുതും കേട്ടോ. വറുത്തരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ഉരച്ച് കഴിയതിന് ശേഷം കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ആയാലും മതി, അതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്കിങ്ങനെ തേച്ചൊരച്ച് കഴുകിയെടുക്കണം. അകവും പുറവും ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ഉപ്പും അതുപോലെ വിനാഗിരിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലുള്ള അതൊരു തൊങ്ങൽ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അത് റൗണ്ടിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം നമുക്ക് ആ സൈഡ് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിത് ഇപ്പം തന്നെ കറി വയ്ക്കും, വറുത്തരച്ച് കറി വയ്ക്കാനാണ്. അപ്പോൾ ചെറിയ പീസാക്കി ഇടുകയാണെന്ന് വെച്ചെന്നാൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ പീസായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ അത് മതി. ഇതിപ്പോൾ എൻ്റെ കത്തിക്ക് മൂർച്ച കുറവായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഫിഷ് കട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ പീസായിട്ട് തന്നെ ഞാനിത് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ. അത് ഈ കാണുന്ന ഒരു പോർഷൻ ഇല്ലേ, അത് വേസ്റ്റാണ് കേട്ടോ. അത് അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് അതിൻ്റെ വയറു ഭാഗത്ത് ഇത് വാല് ഭാഗമാണ്, അതങ്ങോട്ട് മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ ചെറിയൊരു വേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൈകൊണ്ട് തന്നെ വലിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. കൈകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് നമുക്കിതുപോലെ വലിച്ചെടുക്കാൻ പറ്റും. ആ വാലിൻ്റെ ആ ഒരു ഭാഗം ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വയറു ഭാഗമാണ്, അത് നമുക്ക് അവിടെ നിന്നൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഈ വയറുഭാഗത്ത് കാണുന്ന ഇത് കരളാണ്. ഇത് നമ്മൾ കറിയിലേക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് വേസ്റ്റാണ്.
അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലെ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. എന്നിട്ടും അത് 2 പീസാക്കി ചെറിയ പീസായിട്ട് തന്നെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി അതൊന്നുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിലുള്ളതൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആ തലയുടെ ഭാഗമാണ് ഇത്. അതൊന്നുകൂടെ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനുള്ളിലുള്ള വേസ്റ്റും നമുക്ക് ഇതുപോലെ നീക്കം ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ അവിടെ ചെകിളയും പിന്നെ വായുടെ ഭാഗമാണ്. അപ്പോൾ അതൊന്ന് മുറിച്ച് നീക്കം ചെയ്തതിന് ശേഷം അതിനുള്ളിലുള്ള കൈ കൊണ്ട് തന്നെ നമുക്ക് വലിച്ചെടുക്കാനും ഒക്കെ പറ്റും. പിന്നെ ആ തലയുടെ പീസിൽ എന്ന് വെച്ചാൽ ആ കണ്ണിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം മുറിച്ച് മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ കറിയിലിടുന്നത് തന്നെയാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്ലീനാക്കി എടുക്കാനും കറി വയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു മീനാണ്. ഇപ്പോൾ ഇതിനധികം വേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. വയറിൻ്റെ ഭാഗത്ത് കാണുന്ന ആ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിത് മുള്ളെന്ന് പറയാൻ ഇതിനകത്ത് മുള്ളെന്ന് പറയാനൊന്നുമില്ല കേട്ടോ. കാര്യം ചെന്ന് കടിച്ച് തിന്നാനൊക്കെ പറ്റുന്ന ഒന്നാണ്. ഈ മീൻ അധികം വേസ്റ്റും വരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ അടുത്തതും ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് തേച്ച് കഴുകി ക്ലീനാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി വിനാഗിരി ഉപ്പുമൊക്കെ ഒഴിച്ചിട്ടാണ് ഞാനിത് തേച്ച് കഴുകി ഒരു 5-6 പ്രാവശ്യം നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇത് കറി വയ്ക്കുന്നതിൻ്റെ വീഡിയോയും കൂടെ ഇടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് തേച്ച് കഴുകി എടുക്കട്ടെ. ഒരു 5-8 പ്രാവശ്യമെങ്കിലും തേച്ച് കഴുകിയൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ വിനാഗിരി ഉപ്പും ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് കഴുകിയൊക്കെ എടുത്തത്. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.